മമ്മൂക്കയുണ്ട്, ലാലേട്ടനുണ്ട്, എന്റെ സുഹൃത്ത്. അതായത് ആസിഫ് എന്ന് പറഞ്ഞ ആള് സ്വന്തമായിട്ട് വഴിവെട്ടി വന്ന് സിനിമയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്, യാതൊരു സംശയമില്ല. അപ്പൊ ഈ ആസിഫുണ്ട്. എനിക്കൊരു എവിടെന്നെങ്കിലും ടെക്നോളജി മൊമെന്റ് കിട്ടുകയാണെങ്കിൽ അത് മമ്മൂക്ക തന്നെ അല്ലെങ്കിൽ ലാലേട്ടൻ തന്നെ എന്നല്ലേ ഞാൻ ആഗ്രഹിക്കുള്ളൂ. ആഹാ, നല്ല അടിപൊളി വെളുപ്പിക്കല്. മമ്മൂക്കയോ ലാലേട്ടനോ ആസിഫ് അലിയോ ഒക്കെ ഇരിക്കുന്ന സ്റ്റേജിൽ, ഒരുമിച്ചിരിക്കുന്ന സ്റ്റേജിൽ നിന്ന് ഒരു അവാർഡ് കിട്ടിയാൽ അത് ലാലേട്ടൻ്റെയോ മമ്മൂക്കയുടെയോ ഒക്കെ കയ്യിൽ നിന്നാകണമെന്നേ ആഗ്രഹിക്കത്തുള്ളൂ എന്നാണ് ഇങ്ങേര് പറയുന്നത്. ആ പറച്ചിലിൽ തന്നെ ഒരു ഇൻസൾട്ട് ഉണ്ട്. പക്ഷെ ഞാനൊന്ന് ചോദിച്ചോട്ടെ, അങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് അവാർഡ് മേടിക്കണമെങ്കിൽ സ്വന്തമായി കാശ് കൊടുത്ത് ഒരു മൊമെൻറ്റോ വാങ്ങിയിട്ട് അത് ഇഷ്ടമുള്ള ആളുടെ കയ്യിൽ കൊടുത്തിട്ട് മേടിക്കണം ഇഷ്ടം. പിന്നെ ഈ പറയുന്ന സംഗീത സംവിധായകൻ ഇങ്ങനെ എനിക്ക് നേരത്തെ അറിയത്തൊന്നുമില്ല കേട്ടോ, ഉള്ളത് പറയാമല്ലോ. ഇങ്ങനെ ഒരു സംഭവം വന്നേ പിന്നെയാണ് ഇങ്ങനെ ഒരാളുണ്ടെന്നൊക്കെ അറിയുന്നത്. ആ പുള്ളിയോട് ഒരു വാർത്താ സമ്മേളനത്തിൽ ചോദിച്ച ആസിഫ് അലിയെ വിളിച്ചു എന്ന്. അപ്പോൾ പുള്ളി പറയാം, ഞാൻ മെസ്സേജ് അയച്ചു, ഞാൻ വിളിച്ചു എടുത്തില്ല, കുറേ തവണ വിളിച്ചു എടുത്തില്ല, മെസ്സേജ് അയച്ചു റിപ്ലൈ കിട്ടിയില്ല, ഇനി ഇങ്ങോട്ട് മെസ്സേജ് കണ്ടിട്ട് വിളിക്കുവാണെങ്കിൽ ഞാൻ സംസാരിക്കും എന്ന്. ആ പറച്ചിൽ തന്നെ പുള്ളിക്ക് സംസാരിക്കണം നിർബന്ധമില്ല, ആർക്കോ വേണ്ടി സംസാരിക്കും എന്നാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. അത് കേട്ടിട്ട് തന്നെ ഇത്രയും ഒരു പുച്ഛഭാവമുള്ള മനുഷ്യനെ വേറെ കണ്ടിട്ടില്ല. അങ്ങനെ കഷ്ടപ്പെട്ട് എന്തിനാണ് സംസാരിക്കുന്നത്? പിന്നെ അയാളുടെ കയ്യിൽ നിന്ന് അവാർഡ് മേടിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടായിരുന്നെങ്കിൽ അതൊരാളെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടാവരുത് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്നത്.